ഹായ്. കുറച്ച് ദിവസമായി നമ്മൾ ഫുഡൊക്കെ ആയിട്ട് കണ്ടിട്ടല്ലേ? ഈ എന്നും ഒരേ ഫുഡ് കാണിച്ചിട്ട് എന്തിനാല്ലേ? ഒരേ മുഖം കണ്ടാൽ ഇഷ്ടപ്പെടുമോ? കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം. എന്തായാലും അഭിപ്രായങ്ങളൊന്നും ആരും കാര്യമായിട്ട് പറയുന്നില്ല. എന്തായാലും പറയണം കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലൊക്കെ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എടുക്കാനൊന്നും പറ്റിയില്ല, വീഡിയോ ഉണ്ടാക്കുന്നത്. പക്ഷേ കഴിക്കാൻ നേരത്തൊന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാ നെയ്മീൻ വറുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നെയ്മീൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഓർമ്മ, നൊസ്റ്റാൾജിയ വരും. പിന്നെ നെയ്മീൻ തന്നെ കറിയും വെച്ചിട്ടുണ്ട്. നല്ല തേങ്ങയൊക്കെ അരച്ച കറിയാണ് വെച്ചിരിക്കുന്നത്. അടിപൊളി കറി, കണ്ടാൽ തന്നെ അറിയാം അല്ലേ? എന്തായാലും കഴിച്ചു നോക്കാം, അപ്പോൾ അറിയാം ഇനി ടേസ്റ്റ് എങ്ങനെയാണെന്നത്. പിന്നെ നെയ്മീനെ പറ്റിയുള്ള നൊസ്റ്റാൾജി എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മുത്തശ്ശി, ഞങ്ങൾ പണ്ട് മീനൊക്കെ വളരെ കുറവ് ഉപയോഗിക്കുന്നു കേട്ടോ. എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ പഠിച്ചാണ്, എൻ്റെ വീട്ടിലൊന്നും ഉപയോഗിക്കാറില്ല. അപ്പം മുത്തശ്ശി ഇങ്ങനെ, അച്ഛൻ്റെ അമ്മയാണ് മുത്തശ്ശി എന്ന് വിളിക്കുക. മുത്തശ്ശി ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് അതെയാ അടിപൊളി. പിന്നെ നെയ്മീനല്ലേ, അതെ എങ്ങനെ വെച്ചാലും. പിന്നെ അപ്പം മുത്തശ്ശി ഇങ്ങനെ വയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, വന്ന് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ഇങ്ങനെ അന്നൊക്കെ റോട്ടിൽ കൂടെ കൊണ്ടുപോകാം, കടയിൽ നിന്ന് പോയി വാങ്ങിക്കില്ല. അപ്പം എനിക്ക് ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കുക, മുത്തശ്ശി ഗേറ്റിൽ പോയതും ആ നെയ്മീനാന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് വന്ന് ഇങ്ങനെ വെച്ച് തന്നേക്കാം. അപ്പം നെയ്മീൻ എന്ന് കേട്ടപ്പോഴേക്കും എനിക്ക് വേഗമാണ് ഓർമ്മ വന്നത്. പിന്നെ എപ്പോഴൊക്കെ നെയ്മീൻ വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര വിലയല്ലേ, 1000 മുകളിലൊക്കെ അല്ലേ നെയ്മീനിന് വില വരും. 1500 അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇന്നലെ നിങ്ങൾക്ക് 200 രൂപയ്ക്കോ അത്ര കിട്ടി? 600 രൂപയ്ക്ക് കിട്ടി. 600 രൂപ 600 രൂപ കിലോ ആയിട്ട് ഇന്നലെ മീൻ കിട്ടി. വയറ്റിലൊന്ന് പോയിരുന്നു. അപ്പോൾ ഇവർ പോയപ്പോൾ അവിടെ വിൽക്കണമായിട്ടൊക്കെ കൂടി എല്ലാവരും വാങ്ങിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 600 രൂപയായിട്ട് കിട്ടിയതല്ലേ. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ മീനപ്പം നെയ്മീനാണ്. അതുകൊണ്ട് തന്നെ അത് കാണിക്കാമെന്ന് ചോദിച്ചു. പിന്നെ നെയ്മീൻ തന്നെ ഞാൻ വറുക്കുകയും ചെയ്തു. എനിക്ക് ആ മുത്തശ്ശിയുടെ ഓർമ്മ വന്നപ്പോൾ എനിക്ക് തോന്നി നെയ്മീൻ വറുത്ത് തന്നെ കൂട്ടണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയ്മീൻ വറുത്തത്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. ഇനി കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ പറയാം. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് നെയ്മീനൊക്കെ? നെയ്മീനുണ്ടോ അവിടെ? ഒന്നും പറഞ്ഞേക്കാം. പുഴ മത്സ്യങ്ങളോട് താല്പര്യം, വടക്കോട്ടൊക്കെ പുഴ മത്സ്യങ്ങൾ, ഈ മത്സ്യങ്ങളൊക്കെ കിട്ടും അവിടെ. മീനിന്റെ ഈറ്റില്ലല്ലേ, അറിയാം ടേസ്റ്റ്. അവിടെ ഈ ചാള, പിന്നെ പുഴ മത്സ്യം, അയില ഒക്കെ പുഴ മത്സ്യ. കോഴിക്കോട്ടൊക്കെ അയിലക്ക് കൊവ്വാന്നാ പറയാ. ചാളക്ക് മത്തി. അത് മത്തി എല്ലാവർക്കും അറിയാം. കൊവ്വ ആദ്യമായിട്ട് കേൾക്കാം. കൊവ്വാന്നാ പറയാ. അതിനുണ്ട്. തലശ്ശേരി അല്ലേ? തലശ്ശേരിയില് അയിലാന്നും പറയും. കോഴിക്കോട് അത് കൊവ്വാന്നാ പറയാ. ഇവര് കോഴിക്കോട് പോയിരുന്നു മിക്കവാറും പഠിച്ചത് ഫറൂഖ് കോളേജിൽ. പിന്നെ അച്ഛനമ്മ ടീച്ചേഴ്സായിരുന്നു അവിടെ. അങ്ങനെ കോഴിക്കോട് ജനിച്ചു വളർന്നവരാണ് ശരിക്കും ഇവര്. പിന്നെ അച്ഛനമ്മയൊക്കെ റിട്ടയർഡ് ആയപ്പോഴാണ് തലശ്ശേരിക്ക് വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തലശ്ശേരി പറ്റി വലിയ പിടിയില്ല അല്ലേ? കുഴപ്പമില്ല, എന്നാലും അറിയാം. പിന്നെ എന്തായാലും നമ്മളുടെ അപ്പോൾ അടിപൊളി മീനൊക്കെയാണ്. മീനൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ചിട്ട് നമ്മൾ വരാം കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ പൊറോട്ട വാങ്ങിച്ച് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ മോൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊറോട്ടയും മീൻ കറിയും കൂടെ അവന് ഇഷ്ടമാണ്. അവൻ പറഞ്ഞു അങ്ങനെ ഞാൻ കഴിച്ചോളാം, എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതാണ് കഴിക്കുന്നത് കേട്ടോ. അത് നല്ല കോമ്പിനേഷനാണ് പൊറോട്ടയുടെ കൂടെ, അറിയാമല്ലോ, അടിപൊളിയാണ്. ഇപ്പോൾ തലശ്ശേരിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്താ കിട്ടുക അല്ലേ? മീൻ എന്താ ചാപ്സ്, എന്താ പറയുക, ചോപ്സ്. മട്ടൻ ചോപ്സ് ആണ് ചോപ്സ്. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് നമ്മളൊരിക്കൽ രാത്രി വണ്ടിക്ക് രാവിലെ കോഴിക്കോടൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ ഇതാ പറയാ, ചാപ്സും പൊറോട്ടയും രാവിലെ തന്നെ ഹോട്ടലുകൾ കിട്ടും. നല്ല ടേസ്റ്റിയാണ് അവിടെ അവർ വെക്കുന്നത്. ബീഫ് കിട്ടും. രാവിലെ ഇതേമാതിരി നമ്മൾ ഇവിടുന്ന് പോയിട്ട് രാത്രി ഇവിടുന്ന് പോയിട്ട് രാവിലെ 6 മണിക്ക് അവിടെ എത്തി എറണാകുളത്ത്. അപ്പോൾ എൻ്റെ 7 മണിക്ക് അടുക്ക പിടിച്ചായി ടൗണിലെത്തുമ്പോൾ. അന്നേരം വന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് പോകാം നമുക്കെന്ന് പറഞ്ഞു. എന്തോ കാരണത്താൽ വീട്ടിലാരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയപ്പോഴുണ്ടല്ലോ, എന്താണ് ദോശ മട്ടൻ ചാപ്സ് എന്നോ എന്താ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഇത്ര രാവിലെയോ? ഞങ്ങളുടെ എൻ്റെ വീട്ടിലൊക്കെ, ഇവിടെ പല വീട്ടിൽ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് വീടുകളുണ്ട്. അന്ന് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിക്കണേന്ന് പറഞ്ഞല്ലോ മീൻ കൂട്ടാനായിട്ട്. അപ്പോൾ എന്താണെന്നറിയോ, ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം മീനെടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കും. എന്നിട്ട് അകത്ത് ഒഴിച്ചെന്ന് പറഞ്ഞ പോലെ അടച്ചു വയ്ക്കും. അയ്യോ നിന്റെ മണം വരുമോ, അവരറിയോ? ഇതൊക്കെയാണ് ചിന്ത അമ്മയ്ക്കൊക്കെ. കാരണം അവരൊന്നും കൂട്ടില്ലല്ലോ, അമ്മയുടെ അമ്മയൊന്നും കൂട്ടില്ല. അവർക്കൊക്കെ മോശം, നാണക്കേട്, അയ്യേ എന്നായിരുന്നു. ഇപ്പം അത് പോയിട്ട് പുറത്തേക്ക് പോയ ഹോട്ടലിൽ കയറിയ പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ വെജിറ്റേറിയനിലേക്ക് പോകണ്ട കേട്ടോ ഹോട്ടൽ. കാരണം വീട്ടിൽ മിക്കവാറും ഇടയ്ക്കിടയ്ക്കൊക്കെ ചിക്കൻ ഉള്ള അപൂർവ്വം വാങ്ങിക്കോളൂ, മീൻ മിക്കവാറും ഒക്കെ വാങ്ങിക്കും. അപ്പോൾ അതൊക്കെ കൂട്ടണോണ്ട് പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ മോനാണെങ്കിലും പറയും
നമുക്ക് വെജ് മതി അമ്മയെന്ന് പറയും. പക്ഷേ നമുക്ക് വെജിറ്റേറിയനിൽ പോകാം, ശരവണയിൽ പോകാം, ഞങ്ങളുടെ സ്ഥിരമാണ് ശരവണ പോകാൻ. അങ്ങനെ അവിടെയൊക്കെ പോയി ഞങ്ങൾ ഇങ്ങോട്ട് കഴിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ കഴിക്കൽ. അപ്പോൾ പറഞ്ഞു വന്ന് ഇങ്ങനെ നീങ്ങിപ്പോയി. ഫുഡ് അടിപൊളിയാണ്. എന്തായാലും മീൻ കൂട്ടിയിട്ടൊക്കെ ഉണ്ടിട്ടൊക്കെ വരട്ടെ കേട്ടോ. പിന്നെ ഓണത്തിൻ്റെയൊക്കെ എവിടെയെങ്കിലും പോയിട്ടൊക്കെ നമുക്ക് പുതിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കടയിൽ പോവുകയാണെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. കൊടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഞാൻ. പിന്നെ ഇന്ന് വേറെ എന്തൊക്കെ എടുക്കുക, എവിടെയെങ്കിലും പോകണ്ടോന്നും അറിയില്ല. ശനിയാഴ്ചയാണ് ഈ വീഡിയോ എടുക്കണേ ഞാൻ. അപ്പോൾ വൈകുന്നേരം എവിടെയെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതും കൂടെ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തും. ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് മാറും ഇത്. അപ്പോൾ കുറേ ദിവസം കൂടിയല്ലോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒക്കെ, അതുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പൊറോട്ടയും മീൻകറിയും മീൻ വറുത്തും ഒക്കെ ഉണ്ട്, അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുവാണേ. അപ്പോൾ വീണ്ടും കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ. ഇതാണ് ഐറ്റംസ്. പിന്നെ ഒരു വീഡിയോ കൂടി ഇതിൻ്റെ പുറകെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ബേക്കറി പോയിരുന്നു, എറണാകുളം പുല്ലേപ്പടിയുള്ള നല്ല അടിപൊളി ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ കിട്ടുന്നത്. എപ്പോഴും പോകാറുണ്ട്. ആ ബേക്കറിയുടെ പേര് കാലിക്കറ്റ് ബേക്സ് എന്നാണ് കേട്ടോ. അവിടെ ഉണ്ട് എറണാകുളത്ത് ആ ബേക്കറി. നല്ല അടിപൊളി ഐറ്റംസൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടോളൂ കേട്ടോ. ഞങ്ങൾ ആ ബേക്കറിയിൽ എത്തുമ്പോൾ രാത്രിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാധനങ്ങൾ അവിടെ കുറവായിരുന്നു. മിക്കവാറും ഇവിടെ എത്തുക രാത്രിയായിരിക്കും. രാത്രി ഇവിടെ ഒരു അഡ്വക്കറ്റിനെ കാണാൻ വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ അതിൻ്റെ അടുത്തായതുകൊണ്ട് അങ്ങനെ കയറുന്നതാണ് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും തന്നെ ഒരുവിധം സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഒരു ഐറ്റം ഉണ്ട്, അവരുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഈ പല സാധനങ്ങൾ, പല വക സ്വീറ്റ്സും ചിപ്സും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കും. നല്ല സാധനമാണ് കേട്ടോ അത്. അപ്പോൾ അതും വാങ്ങിക്കാറുണ്ട് എപ്പോൾ വന്നാലും. പിന്നെ അതേപോലെ തന്നെ 2-3 കൂട്ടം കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ മടങ്ങുകയാണ്.